സൗമ്യ സുനിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചന മസാലയാണ്, കടല മസാലക്കറി. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇത് വെള്ളക്കടലയാണ്, അത് തലേന്ന് രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ മസാല, അത് മല്ലിപ്പൊടി 2 സ്പൂൺ, 2.5 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണ്, അതൊരു 1/4 സ്പൂണ് ഗരം മസാല, ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചത്, ഒരു സവാള, കുറച്ചൊരു വലിയ സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തക്കാളി 1 അരിഞ്ഞത്, അതുപോലെ 4 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളിൻ്റെ അല്ലി, കുറച്ച് മല്ലിയില. ഇത്രയാണ് നമുക്ക് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് കടലക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആകെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാണ്. ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചെടുത്തു, അതിനകത്തൊക്കെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ 5-6 ഗ്രാമ്പു, ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉള്ളി, അതുപോലെ തക്കാളി, ഇട്ട് കൊടുക്കാം. ഉപ്പ് കൊടുത്താൽ വേഗം സോട്ടായിട്ട് വരും. അതുപോലെ വണ്ട് കിട്ടും. കുറച്ച് ഉപ്പ് കൊടുത്താൽ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിനാവശ്യമായ മസാല റെഡിയാക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഒരു മിക്സറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം. നേരത്തെ പറയാൻ വിട്ടുപോയി, ഇത് കസൂരി മേത്തി, ഉണക്കിയ ഉലുവയുടെ ഇല, അത് കടലിലെ വാങ്ങാൻ കിട്ടും. അതും കുറച്ച് അതും ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതുപോലെ കസൂരി മേത്തി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയും സോട്ട് ചെയ്യാൻ വെച്ചത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കുന്നതാണ് നല്ലത്, നിങ്ങളത് അടുക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ മസാല നല്ലതുപോലെ സോട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ അരച്ച ജാറിലിൻ്റെ വെള്ളം എടുത്ത് വയ്ക്കുവാണ്. കുറച്ചും കൂടെ ആവശ്യത്തിന് വെള്ളം, അധികം ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് അങ്ങനെ ഗ്രേവി ആക്കുന്നില്ല, അപ്പോൾ കുറച്ചൊരു അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഏകദേശം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലി ഇല, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഇതിട്ട് കൊടുക്കാം. അതുപോലെ നമ്മളെ കടല, കടലയൊക്കെ എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് കൂടാതെ ഇതിനകത്തോടെ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടർ ഇടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഇട്ടത്. അപ്പോൾ ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. പക്ഷേ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 പ്രാവശ്യം വിസിൽ അടിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ കടല വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 4 പ്രാവശ്യം കുക്കർ വിസിലടിച്ചതിന് ശേഷം റെഡിയായോ നോക്കാം. നമ്മളെ കടല മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.